ഭാരതാംബ വിഷയം മറ്റ് വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിക്കുന്നത് തടയണമെന്നും സുരേഷ് ഗോപി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. സ്കൂളിലെ കിണർ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നു. കോളിഫോം ബാക്ടീരിയയുടെയും ഇക്കോളിയുടെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ്. മണുത്തി അങ്കമാലി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നടക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് അപകടമുണ്ടായാൽ കരാറുകാർക്കും ദേശീയപാത അതോറിറ്റിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ. ചാഴൂർ കമാൻഡോ മുഖത്തെ തടയണ തകർന്ന സംഭവത്തിൽ താൽക്കാലിക നടപടി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടയണയിൽ മൺചാക്കുകളിട്ട് ഇറിഗേഷൻ. സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുഴഴി KLDC കനാലിൽ ചെറിയ പാലത്തിനടിയിൽ അടിഞ്ഞ ചണ്ടിയും കുളവാഴിയും നീക്കണമെന്നാവശ്യപ്പെട്ട് കോൾ കർഷകർ കുത്തിയിരിപ്പ് സമരം നടത്തി. പുഴഴി കോൾപ്പടവ് ഭാരവാഹികൾ തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എരുമപ്പെട്ടിയിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഭാരതാംബ വിഷയം മറ്റ് വിഷയങ്ങളിൽ നിന്നും ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിക്കുന്നത് തടയണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ചാഴൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന വിവാദത്തെ അദ്ദേഹം വിമർശിച്ചു. ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത്. അത്രയേ ഉള്ളൂ. വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പാവം ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുത്. പ്രഖ്യാപിച്ച പെൻഷനുകൾ പോലും കൃത്യമായി നൽകാത്തപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് ഒട്ടും ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അതിനോട് യോജിപ്പില്ല. അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ലെന്ന് മാത്രമല്ല, ഭയങ്കര എതിർപ്പുമുണ്ട്. എന്തുകൊണ്ടാ? ഓരോ പെൻഷനുകൾ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ച് വീമ്പിളക്കി നടക്കുക. ഞങ്ങളുടെ കാലത്ത്, അവരുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു. അത് കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ 2 വർഷത്തേക്ക് വന്ന് കയറുന്ന ആർക്കൊക്കെയോ ഒരുപാട് ആനുകൂല്യങ്ങൾ, വലിയ ശമ്പളങ്ങൾ, അത് തെറ്റാണ്. ശമ്പളം കൊടുത്തോട്ടെ, ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷെ മറ്റ് ആനുകൂല്യങ്ങൾ ബാൻ ചെയ്യണം. ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗങ്ങളിൽ പോലും രാഷ്ട്രീയ സമ്മർദ്ദമടക്കം ചെലുത്തി പുനർനിർമ്മാണം ആവശ്യപ്പെടുന്നത് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ്. നിർമ്മാണം നടക്കുന്ന റോഡിൽ ടോൾ പിരിക്കുന്നതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ നിയമമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയപാതയിൽ പുതുതായി നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അതിൻ്റെതായ താമസം ഉണ്ടാവും. പണി തീർത്ത് BOT അടിസ്ഥാനത്തിൽ കൈമാറിയ റോഡുകളിലേക്ക് ഇപ്പോഴും ഇന്നലെയും അപേക്ഷ വരിക. പുതിയ സംവിധാനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ ആ റോഡ് വെട്ടുമുറിക്കുമ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ സർവീസ് റോഡുകൾ ടാർ ചെയ്യുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ശശി തരൂർ MPയുടെ നിരന്തരമായ പ്രസ്താവനകൾ BJPയിലേക്ക് എത്തുന്നതിനുള്ള സൂചനയാണോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി. അദ്ദേഹത്തോട് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിട്ടോളൂ എന്ന് പറയുന്ന സൂചന കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. TCV തൃശൂർ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധയിൽ കിണർ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നു. കോളിഫോം ബാക്ടീരിയയുടെയും ഇക്കോളിയുടെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ്. സ്കൂൾ പ്രവേശനോത്സവം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്കുള്ളിലാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. വയറിളക്കം, ഛർദി, പനി തുടങ്ങിയ അസുഖങ്ങൾ മൂലം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിണറിലെ കുടിവെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പിന്നീട് വിദഗ്ധ സംഘമെത്തി വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് തൃശൂരിലെ വാട്ടർ അതോറിറ്റി ലാബിൽ പരിശോധന നടത്തി. 15 ദിവസത്തെ വിശദമായ പരിശോധനയിലാണ് കോളിഫോം ബാക്ടീരിയയുടെയും ഈക്കോളിയുടെയും സാന്നിധ്യം കണ്ടെത്തിയത്. പ്രതിവിധിയായി കിണറിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനും ക്ലോറിൻ ടാബ്ലറ്റ് ഇടാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സ്കൂളിൽ ഇതുവരെയും ഭക്ഷണം പാകം ചെയ്ത് നൽകുകയോ കുടിവെള്ളം കുട്ടികൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രധാന അധ്യാപിക KA സുജിനി അറിയിച്ചു. ആകെയുള്ള 512 കുട്ടികളിൽ 380-ലധികം വിദ്യാർത്ഥികൾ ഈ ആഴ്ച പഠനത്തിനായി എത്തി. 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും പ്രധാന അധ്യാപിക അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.
ദേശീയപാത 544-ലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നടക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ജില്ലാ റോഡ് സുരക്ഷാ സമിതി യോഗത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ യോഗത്തിലും ഇക്കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിട്ടും നടപടിയുണ്ടായില്ലെന്ന് യോഗം വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് അപകടമുണ്ടായാൽ കരാറുകാർക്കും ദേശീയപാത അതോറിറ്റിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകാൻ കളക്ടർ നിർദ്ദേശം നൽകി. റോഡുകളിൽ ആവശ്യത്തിനുള്ള സീബ്ര ലൈനുകൾ വരച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KSTP, NHAI, PWD എന്നിവർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചാഴൂർ കമാൻഡോ മുഖത്തെ തടയണ തകർന്ന സംഭവത്തിൽ താൽക്കാലിക നടപടി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടയണയിൽ മണൽ ചാക്കുകളിട്ട് ഇറിഗേഷൻ. സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ജലമൊഴുക്ക് വർദ്ധിച്ചതോടെ കഴിഞ്ഞ ദിവസമാണ് കമാൻഡ് മുഖത്തെ കഴിഞ്ഞ വർഷം പുനർനിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. ഇതോടെ സമീപത്തെ 5 പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പും ഉയർന്നു. എന്നാൽ ഒരു ദിവസം പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല. പലരും വീട് വിട്ട് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. പിന്നാലെ പ്രതിഷേധം രൂക്ഷമാകുന്ന വേളയിലാണ് തകർന്ന തടയണയിൽ മൺചാക്കുകൾ ഇടുന്ന നടപടിയിലേക്ക് ഇറിഗേഷൻ കടന്നത്. ഇങ്ങനെ തകർന്ന ഭാഗത്ത് മൺചാക്കുകൾ നിരത്തുന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിലെ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. നടപടി ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതിഷേധക്കാർ ഉപരോധം അവസാനിപ്പിച്ചത്. ഹെർബർട്ട് കനാലിലേക്ക് കടന്നു വരുന്ന കമാൻഡ് മുഖം എന്ന ബണ്ട് പൊട്ടിയിട്ട് 3 ദിവസമായിട്ടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അവിടെ കടന്നു വന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടില്ല. ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ട് ഏകദേശം 600ഓളം ആളുകൾ 2 ക്യാമ്പുകളിലായിട്ട് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാനുള്ള കാരണം മേജർ ഇറിഗേഷന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത അനാസ്ഥ മൂലമാണ്. വെറും ഒരു ചാലിൽ കെട്ടുന്ന തടയണ പോലെ തന്നെ അവിടെയാണ് കെട്ടിയിട്ടുള്ളത്. ആ തടയണ ഈ വർഷം കാലവർഷം ശക്തമായപ്പോൾ ഈ തടയണ തള്ളിപ്പോവുകയും അവിടെ നിന്ന് വെള്ളം കടന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ KLDC കനാലുകളിലുള്ള കുളവാഴ ചണ്ടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടാണ് പല കുടുംബങ്ങളിലും വെള്ളം കയറുന്ന അവസ്ഥ വന്നത്. തടയണ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവിടെ ശരിയായിട്ടുള്ള രീതി പ്രവർത്തനം നടന്നില്ല. വീണ്ടും ഞങ്ങൾ ഇതേ സമരമായി ഇവിടെ വരും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കമാൻഡ് മുഖം സന്ദർശിച്ചു. തകർന്ന തടയണ നേരിൽ കണ്ട അദ്ദേഹം പ്രദേശവാസികളുടെ ആശങ്കകളും കേട്ടറിഞ്ഞു. പ്രശ്നത്തിന് താൽക്കാലിക തടയണയല്ല പോംവഴിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി ഇത് അഴിമതിക്കുള്ള കളമാണെന്നും കുറ്റപ്പെടുത്തി. ഈ ബണ്ട് ചെളി വെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തട്ടിപ്പാണ്, വലിയ അഴിമതിക്കും. അത് കേരളത്തിലെ മുഴുവൻ ബണ്ടുകളും അങ്ങനെ തന്നെയാണ്. അഴിമതി കൂമ്പാരങ്ങളാണ്. ഓരോ വർഷവും പണം ചെലവാക്കാനും അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാനുമുള്ള സമ്പ്രദായമാണ്. ജനങ്ങളുടെ ആവശ്യപ്രകാരം കമാൻഡ് മുഖത്ത് സ്ഥിരം സംവിധാനം ഒരുക്കാൻ ആവശ്യമെങ്കിൽ MP ഫണ്ട് വിനിയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം. തൊട്ട് മേലെയുള്ള സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത്. അതിന് 46 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നു. ആ ടെൻഡർ ആയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ പണി തുടങ്ങിയില്ല? കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ആ 46 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ അവർ പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ. ശരിക്കുള്ള മൺസൂൺ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി കളക്ടർ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം MLAമാരും ഈ വെള്ളമൊഴുക്കുള്ള വാർഡുകളുടെ എല്ലാം മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന് സമഗ്രമായ ഒരു പദ്ധതിക്ക് ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിൽ ഏത് രീതിയിൽ സഹകരിക്കണോ സഹകരിക്കാൻ തയ്യാറാണ്. തകർന്ന തടയണ പുനഃസ്ഥാപിച്ചതിനൊപ്പം മഴയുടെ ശക്തി കുറഞ്ഞതും വെള്ളക്കെട്ട് ഭീഷണിയിലായ പ്രദേശവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കരുവന്നൂർ പുഴയോട് ചേർന്ന് ഈ കാണുന്ന കമാൻഡോ മുഖത്തെ താൽക്കാലിക തടയണ തകർന്നത്. നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന ഈ പ്രതിസന്ധിയോടെ ഒട്ടേറെ പ്രദേശവാസികൾ ശക്തമായ സമരവും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ ജനപ്രതിനിധികൾക്ക് ഇടപെടേണ്ടിയും വന്നു. അങ്ങനെ ഇപ്പോഴിതിന് ശാശ്വതമായ പരിഹാരമായില്ലെങ്കിൽ കൂടി താൽക്കാലികമായി ഈ തകർന്ന ഭാഗത്ത് മൺചാക്കുകൾ നിരത്തുന്ന നടപടിയിലേക്ക് എത്തേണ്ടി വന്നു അധികൃതർക്ക്. എന്തായാലും ശാശ്വത പരിഹാരത്തിനായി സ്ഥിരം തടയണമെന്ന ആവശ്യം ഇപ്പോഴും നീളുകയാണ്. കമാൻഡോ മുഖത്തു നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ K. മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.
പുലഴി കോൾപ്പടവ് ഭാരവാഹികൾ തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി. പുലഴി KLDC കനാലിൽ ചെറിയ പാലത്തിനടിയിൽ തൂണുകളിൽ വന്നടിഞ്ഞ ചണ്ടിയും കുളവാഴയും നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുത്തിയിരുപ്പ് സമരം. ചണ്ടിയും കുളവാഴയും നീക്കാമെന്ന് പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇറിഗേഷൻ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതുമൂലം കനാലിലെ ഒഴുക്ക് തടസ്സപ്പെട്ട വെള്ളം നിറഞ്ഞ ഇരുവശത്തെയും ബണ്ടുകൾ തകരുമെന്ന ഭീഷണിയിലായിരിക്കുകയാണ്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട നടപടി സ്വീകരിക്കണമെന്ന് പുലഴി കോൾപ്പടവ് ഭാരവാഹികൾ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സിനിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ അടിയന്തരമായി കളക്ടർ യോഗം വിളിച്ച പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടിയെടുക്കാമെന്ന ഉറപ്പിൽ കുത്തിയിരുപ്പ് സമരം അവസാനിപ്പിച്ചു. പുലഴി കോൾപ്പടവ് പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ, ഡയറക്ടർമാരായ K. രാമദാസ്, KP ആന്റണി, KN രഘു, KK ജയൻ തുടങ്ങിയവർ കുത്തിയിരുപ്പ് സമരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭാ പരിധിയിൽ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF അംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് കൌൺസിൽ യോഗത്തിലെത്തിയത്. ചാവക്കാട് നഗരസഭയിലെ വഞ്ചിക്കടവ്, പുന്ന, തെക്കഞ്ചേരി, കോഴിക്കുളങ്ങര തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലകപ്പെട്ട് ദിവസങ്ങളായിട്ടും നഗരസഭ യാതൊരു നടപടി എടുക്കുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിച്ച് പ്രതിഷേധവുമായി എത്തിയത്. പുന്ന വാർഡ് കൌൺസിലർ ഷാഹിദ മുഹമ്മദാണ് ചെയർപേഴ്സന്റെ അടുത്ത് ചെന്ന് പ്രതിഷേധിച്ചത്. പിന്നാലെ പ്രതിപക്ഷ കൌൺസിലർമാർ ബഹളമായി എത്തുകയായിരുന്നു. പ്രതിപക്ഷം കള്ളപ്രചരണം നടത്തുന്നുവെന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി ഭരണപക്ഷ കൌൺസിലർമാർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ ബഹളം രൂക്ഷമാവുകയായിരുന്നു. ഇതോടെ ചെയർപേഴ്സൺ അജണ്ട പാസാക്കി യോഗം പിരിച്ചുവിടുകയായിരുന്നു. കാലവർഷക്കെടുതി പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുകയാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് KV സത്താർ, ഫൈസൽ കാനാമ്പുള്ളി, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിദ മുഹമ്മദ്, PK കബീർ, അസ്മത് അലി, ബേബി ഫ്രാൻസിസ്, ജോയ്സി തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളമൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ധിക്കാരികളായ ചെയർപേഴ്സണും നഗരസഭാ ഭരണകൂടവും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആ അധികാരത്തിനെതിരെയാണ് ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ, UDF പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. പ്രതിപക്ഷാംഗങ്ങളെ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ അനുവദിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. തൊഴിലാളികളുടെ പേരിൽ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. 2021-22 സാമ്പത്തിക വർഷത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കോട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിത് നൽകാമെന്നറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത്. എന്നാൽ പിന്നീട് ഈ ഗുണഭോക്താക്കളെ കൊണ്ട് CPMന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിക്കുകയും ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത്. എന്നാൽ പണം ലഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ 3 വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറാവാത്തതിനെ തുടർന്നാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞപ്പോൾ തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പൈസ കൂടി 8 മാസം വരെ ആവുള്ളൂ എന്ന് പറഞ്ഞ സഹകരണ സംഘത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി പണി കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിന്റെ പ്രതികരണം കിട്ടിയില്ല. ഇന്നലെയാണ് ഞങ്ങൾക്ക് വേണ്ടി നോട്ടീസ് വന്നത്. 2,17,000 രൂപ ഞാൻ അടയ്ക്കണം. 15 ദിവസത്തിനകം നടപടി എടുക്കുമ്പോൾ വന്നു. അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് മസോ അടിക്കാതെയാണ് ഈ പണി നടന്നത്. പണി നടന്നു ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന്. 6 മാസമായിട്ട് ഇതിന്റെ മേൽനടപടികൾ ഞങ്ങൾക്ക് റീഫണ്ട് ഒന്നും വരാത്ത പക്ഷെ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കണ ഫണ്ട് വരാത്തോണ്ടല്ല, ഈ മറ്റേ മസ്റ്റർ അടിക്കാത്ത കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങളെല്ലാം ബാധകം വന്നപ്പോ അന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചു കിട്ടുമെന്ന്. അന്നുണ്ടാകും ഉദ്യോഗസ്ഥരെ പിരിച്ചിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലല്ലോ. ഇനിയിപ്പോ ഇതിന് ഞങ്ങൾ പലിശ കൂടുതൽ അടക്കേണ്ടി വെച്ചപ്പോ അതിനെന്തെങ്കിലും ഞങ്ങൾ പോകാൻ വഴി ഉണ്ടാക്കാന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പാവപ്പെട്ട തൊഴിലാളികളെ ബലിയാടാക്കി വൻ തട്ടിപ്പാണ് പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും
ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ആദ്യഘട്ടത്തില് 19 ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ചെലവ് വരുന്ന രീതിയിൽ തൊഴുത്തും ആട്ടുകൂടും പണിതു കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പാവപ്പെട്ട 19 ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ നിന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, PS സുനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. AIY കാർഡുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡുകാർക്ക് 1/2 ലിറ്ററും ലഭിക്കും. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപയാണ് വില. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം അനുവദിച്ചുവെങ്കിലും കടത്തുകൂലിയും കമ്മീഷനും സംബന്ധിച്ച തർക്കം മൂലം വിതരണം വൈകുകയായിരുന്നു. മഞ്ഞ, നീല കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് 2.5 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല. ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തി റോഡരികിൽ മാലിന്യം തള്ളിയ യുവാക്കൾക്ക് 4000 രൂപ പിഴ ഈടാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് 25-ൽ KSRTC റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ റോഡരികിൽ കവറിലാക്കിയ മാലിന്യം വലിച്ചെറിഞ്ഞ് കടന്നുകളഞ്ഞത്. എന്നാൽ റോഡരികിലെ വീട്ടുകാർ സ്ഥാപിച്ചിരുന്ന CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. വീട്ടുകാർ ദൃശ്യങ്ങൾ സഹിതം ഇരിങ്ങാലക്കുട നഗരസഭയിൽ പരാതി നൽകുകയും ബൈക്കിന്റെ നമ്പർ കണ്ടെത്തി ഇവരെ തിരിച്ചറിയുകയുമായിരുന്നു. സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ തെളിവുകൾ സഹിതം കണ്ടെത്തി പരാതി നൽകുന്നവർക്ക് അവരിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുകയുടെ 25% പാരിതോഷികമായി ലഭിക്കുകയും ചെയ്യും. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഈ പദ്ധതിയിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ആദ്യ പരാതിയാണ് ഇതെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നഗരസഭ ഈ വർഷം തന്നെ നേരിട്ട് നടത്തിയ പരിശോധനയിലടക്കം പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി ആകെ 3,20,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. എടത്തിരിഞ്ഞി കോദ്ര പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസിന്റെ മൃതദേഹമാണ് പെരിഞ്ഞനം കോവിലകത്ത് കനോലി കനാലിൽ നിന്ന് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ബുധനാഴ്ചയാണ് കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായത്. തിരച്ചിൽ നടത്തിയിരുന്ന ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. തോട്ടുങ്ങൽ ക്ഷേത്രത്തിന് സമീപം കനാലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന പരാതിയിൽ കൊച്ചിൻ ദേവസ്വം വിജിലൻസ് സംഘം ക്ഷേത്രത്തിലെത്തി പഴയന്നൂർ ദേവസ്വം മാനേജർ സച്ചിൻ വർമ്മയുടെ മൊഴിയെടുത്തു. 15 ഗ്രാം സ്വർണ്ണത്തിൽ കല്ലുകൾ പതിച്ച കിരീടമാണ് കാണാതായിട്ടുള്ളത്. പുതിയ ദേവസ്വം ഓഫീസർ സച്ചിൻ വർമ്മ ചാർജ് എടുക്കുന്നതിന് മുന്നോടിയായി നടത്തിയ തിട്ടപ്പെടുത്തലിലാണ് കിരീടം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ചുറ്റമ്പലത്തിലെ ലോക്കറിൽ നിന്നുമാണ് കിരീടം നഷ്ടമായിട്ടുള്ളത്. മുൻ ദേവസ്വം ഓഫീസർ ദിനേശൻ മെഡിക്കൽ അവധിയെടുത്തതിനെ തുടർന്നാണ് പകരമായി സച്ചിൻ വർമ്മയെ ദേവസ്വം ബോർഡ് നിയോഗിച്ചത്.
ചാർജ് എടുക്കുന്നതിന് മുന്നോടിയായി കിരീടം കൈമാറി കിട്ടാത്തതിനാൽ രേഖാമൂലം വിവരം ദേവസ്വം വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഗോൾഡ് അപ്രൈസറാണ് സ്വർണത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തിയത്. കുറവ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു. വേഗത്തിലും കാര്യക്ഷമവുമായ അന്വേഷണം നടത്തി സ്വർണ്ണ കിരീടം വീണ്ടെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയൻ പറഞ്ഞു. മണുതി മുളയം റോഡ് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അടിപ്പാത നിർമ്മാണ സർവകക്ഷി സംയുക്ത സമരസമിതി നൽകിയ ഹർജിയിലാണ് ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. 2 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കും. മുളയം റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംയുക്ത സമരസമിതിക്ക് വേണ്ടി MU മുത്തു, AS രാമദാസ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ദുരൂഹമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു മറുപടി പോലും നൽകിയിട്ടില്ല. മതിയായി സേവനം നൽകാതെ ടോൾ പിരിക്കാൻ എന്തവകാശമെന്ന് കോടതി ചോദിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മൌനം ധീഷിക്കുന്നത് കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ ഇനിയെങ്കിലും നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം അറിയിച്ചു. പീച്ചി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം ഒഴുക്കി തുടങ്ങി. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ഇറിഗേഷൻ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. കാട്ടൂർ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്നതായി പരാതി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശരിയായി സംഭരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം. കാട്ടൂർ പഞ്ചായത്തിലെ മാവുംവളവിന് സമീപമാണ് അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കനത്ത മഴയിൽ ഈ പ്രദേശത്ത് വെള്ളം കയറുകയും സംഭരണശാലയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. പുറത്തു സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജലത്തിൽ ഒഴുകി നടക്കുകയാണ്. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംഭരിക്കാത്തതും ഇവിടെ നിന്ന് യഥാസമയം കൊണ്ടുപോകാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമടം പറഞ്ഞു. അജൈവ മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലേക്കും പാടശേഖരത്തിലേക്കും ഒഴുകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും ഇവിടെ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കാതെ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാതെ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത സ്ഥിരമായി നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ കാണുന്നുണ്ട്. കുളങ്ങളിൽ കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ഈ മാലിന്യങ്ങൾ ഒഴുകിക്കൊണ്ട് ഈ മാലിന്യങ്ങളൊപ്പം തന്നെ ഇത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ട് നമുക്കറിയാം ഈ സൈഡിലുള്ള കാനകളിലും ഈ സൈഡിൽ പ്രദേശങ്ങളിലും വീടുകളുടെ മുറ്റത്തൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തിച്ചേരുന്നൊരു കാഴ്ച. സമീപ പ്രദേശങ്ങളിലെ കൃഷിഭൂമികളിലേക്കൊക്കെ വെള്ളം ഉപയോഗയോഗ്യമാക്കുന്ന വെള്ളത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ കാട്ടൂർ പഞ്ചായത്തിൻ്റെ മധുരംപള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംസ്കരണ യൂണിറ്റ് നിലകൊള്ളുന്നത്. സംഭവത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. മാലിന്യം നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും രംഗത്ത് വന്നിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറിയ അപകടം. 10ഓളം ഇരുചക്ര വാഹനങ്ങളിലേക്കും ടിപ്പർ ലോറിയിലേക്കുമാണ് ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് തകർന്നത്. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായി ആളൂർ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ മാസം 14-ന് വല്ലക്കുന്നിൽ യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതി ഒല്ലൂർ സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ ചാക്കോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി തിരിച്ചുവന്ന യുവതി ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ വല്ലക്കുന്നിൽ വെച്ച് കാറിൽ ബലമായി കയറ്റുകയായിരുന്നു. കാർ വേഗത കുറഞ്ഞ സമയത്ത് ഇയാളെ തിരിച്ചാക്രമിച്ചാണ് യുവതി കാറിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട യുവതി പിന്നീട് വീട്ടുകാരോടൊപ്പം ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു.
ലഹരി വിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്താൻ തൃശൂർ നഗരത്തിൽ ആന്റി നാർക്കോട്ടിക് ഇൻസ്റ്റലേഷൻ ഒരുങ്ങി. വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥിക്ക് ലഹരി ഭീകരനിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ശില്പമാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ സിറ്റി പോലീസിന്റെ ആശയത്തിൽ തയ്യാറാക്കിയ ശില്പം രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശില്പമാണ്. 40 അടി നീളവും 18 അടി ഉയരവുമാണ് ശില്പത്തിനുള്ളത്. 90% വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏകദേശം 3.5 ടൺ ഇരുമ്പാണ് ഉപയോഗിച്ചത്. ഡാവിഞ്ചി സുരേഷാണ് ശില്പം നിർമ്മിച്ചത്. കുട്ടിയെ ആക്രമിക്കുന്ന ഒരു ലഹരി ഭീകരൻ, ആ ലഹരി ഭീകരന്റെ രൂപം എന്ന് പറയുന്ന ഒരു നീരാളി രൂപത്തിലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ നീരാളിയുടെ മുഖം ശരിക്കും ഒരു മനുഷ്യന്റെ അസ്ഥികൂടം പോലെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ സിറിഞ്ചും അതുപോലെ തന്നെ പുസ്തകത്തെ തുരങ്കം വെക്കുന്ന ഒരു സിറിഞ്ചും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ കയറി നിന്ന് കുട്ടിയെ ആക്രമിക്കുന്ന രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കേരള പോലീസിന്റെ 2 കൈകളും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടി രക്ഷപ്പെടുമെങ്കിൽ അത്ര വലിയൊരു ആശ്വാസം കരുതുന്ന രീതിയിലാണ് നമ്മളൊരു ബോധവൽക്കരണം എന്നുള്ള കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ശില്പം തയ്യാറാക്കിയിട്ടുള്ളത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനാണ് 2023 ജൂണിൽ ഷാഡോ പോലീസ് SA ആയിരുന്ന NG സുഹൃതകുമാറിനോട് തൃശൂരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി ശില്പം വേണമെന്ന ആശയം പങ്കുവച്ചത്. ശില്പം ഡിസൈൻ ചെയ്ത് കമ്മീഷണറിൽ നിന്നും അംഗീകാരവും വാങ്ങി. മേയർ MK വർഗീസിനെ സമീപിച്ചതോടെ വടക്കേ സ്റ്റാൻഡിൽ ഇൻസ്റ്റലേഷൻ ഒരുക്കാൻ സ്ഥലം അനുവദിച്ചു. 18 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. വടക്കേ സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് ഇൻസ്റ്റലേഷന്റെ സമർപ്പണം നിർവഹിച്ചു. TCV ന്യൂസ്, തൃശൂർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 2 പേരെ കുന്നംകുളം പോലീസ് കാപ്പ നിയമപ്രകാരം നാടുകടത്തി. പെരുമ്പിലാവ് സ്വദേശികളായ ലിഷോയ്, നിഖിൽ എന്നിവരെയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്ക് ഉത്തരവിറക്കിയത്. നിലവിൽ പെരുമ്പിലാവ് സ്വദേശി അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇരുവരും ജയിലിലാണ്. കുന്നംകുളത്തെ പ്രാദേശിക ചാനലായ CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 1:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പുരസ്കാര വിതരണം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തും. MLAമാരായ മുരളി പെരുന്നെല്ലി പ്രതിഭാതരവും UR പ്രദീപ് +2 പുരസ്കാര വിതരണവും NK അക്ബർ SSLC പുരസ്കാര വിതരണവും നിർവഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കും. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80% മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബത്തിലെ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. CCTV ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV കുന്നംകുളം. സംസ്ഥാന ഇന്റർ ITI കായികമേളയ്ക്ക് കുന്നംകുളത്ത് തുടക്കമായി. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ കായികോത്സവം ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ IM വിജയൻ മുഖ്യാതിഥിയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർമാരായ P വാസുദേവൻ, ഷമി ബക്കർ, ഇന്റർ ITI ചെയർമാൻ ജിനേഷ് പോൾ, ജനറൽ സെക്രട്ടറി അതുൽ രവി എന്നിവർ സംസാരിച്ചു. ചർച്ചകൾ നമ്മൾ തുടങ്ങാൻ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹപൂർവ്വം. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ 10 വയസ്സുകാരൻ സുമനസ്സുകളുടെ സഹായം തേടും. മാപ്രാണം മാടായിക്കോണം സ്വദേശി ജോബീഷിന്റെ മകനായ 10 വയസ്സുകാരൻ ആരവാണ് ചികിത്സാ സഹായം തേടുന്നത്. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിലായ ആരവ് ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇപ്പോൾ തന്നെ ചികിത്സയ്ക്കായി 10 ലക്ഷത്തിലധികം രൂപ കുടുംബം ചിലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധനരായ ആരവിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആരവിന് തിരിച്ച് ജീവിതത്തിലെത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
കേരള സംഗീത നാടക അക്കാദമി നടത്തുന്ന ദേശീയ മേക്കപ്പ് വർക്ക്ഷോപ്പിന് തുടക്കമായി. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. മേക്കപ്പ് മാൻ പട്ടണം റഷീദ്, അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, അക്കാദമി നിർവാഹക സമിതി അംഗം സഹീർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. 7 ദിവസം നീളുന്ന റെസിഡൻഷ്യൽ ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30 ശമയ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. വാണിജ്യം. പുഴയ്ക്കൽ ഹൈസൺ ടാറ്റയിൽ ഉപഭോക്താക്കൾക്കായി മെഗാ മൺസൂൺ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. 3 ദിവസങ്ങളിലായാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുക. വമ്പിച്ച ഓഫറുകളുമായി നടക്കുന്ന നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ടാറ്റ കാറുകൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഫ്രീ ഇൻഷുറൻസും ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി സ്വന്തമാക്കാനുള്ള അവസരവും ലഭ്യമാണ്. ടാറ്റയുടെ ഇലക്ട്രിക് കാറുകൾ വാങ്ങുമ്പോൾ ലൈഫ് ടൈം അൺലിമിറ്റഡ് വാറണ്ടിയും സ്വന്തമാക്കാം. പുതുപുത്തൻ പ്രീമിയം ഹാച്ച്ബാക്കായ ആൾട്രോസിന പെട്രോൾ വേരിയന്റിലും ഈ ശ്രേണിയിൽ മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത മികച്ച മൈലേജോടുകൂടിയ ഡീസൽ വേരിയന്റിലും CNG വേരിയന്റിലും മികച്ച ഓഫറുകളോടെ സ്വന്തമാക്കാനും ഹൈസൺ ടാറ്റയിൽ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നു. രാത്രി 10 മണിവരെ പ്രവർത്തിക്കുന്ന ഹൈസൺ ടാറ്റയുടെ എല്ലാ ഷോറൂമുകളിലും ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം സ്പോട്ട് എക്സ്ചേഞ്ച് കൗണ്ടറുകളും സ്പോട്ട് ഫിനാൻസ് കൗണ്ടറുകളും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9249579079. സ്വർണ്ണവിളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9210 രൂപ, പവന് 73,680 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4488 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതാംബ വിഷയം മറ്റു വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിക്കുന്നത് തടയണമെന്നും സുരേഷ് ഗോപി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. സ്കൂളിലെ കിണർ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നു. കോളിഫാം ബാക്ടീരിയയുടെയും ഇക്കോളിയുടെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ്. മണത്തി അങ്കമാലി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നടക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് അപകടമുണ്ടായാൽ കരാറുകാർക്കും ദേശീയപാത അതോറിറ്റിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ. ചാഴൂർ കമാൻഡോ മുഖത്തെ തടയണ തകർന്ന സംഭവത്തിൽ താൽക്കാലിക നടപടി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടയണയിൽ മൺചാക്കുകളിട്ട് ഇറിഗേഷൻ. സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുലഴി KLDC കനാലിൽ ചെറിയ പാലത്തിനടിയിൽ അടിഞ്ഞ ചണ്ടിയും കുളവാഴയും നീക്കണമെന്നാവശ്യപ്പെട്ട് കോൾ കർഷകർ കുത്തിയിരിപ്പ് സമരം നടത്തി. പുലഴി കോൾപ്പടവ് ഭാരവാഹികൾ തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ചാവക്കാട് നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എരുമപ്പെട്ടിയിൽ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.